എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ്. ഒരു ജീവനുള്ള സ്രാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്, പിന്നെ കൂടാതെ നമുക്ക് അതിനെ ഒന്ന് വറുത്ത് പൊരിച്ചൊക്കെ തിന്നാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവനുള്ള സ്രാവ്. അപ്പോൾ ഇന്നലെ മീൻ മേടിക്കാൻ പോയപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ജീവനോടെ തന്നെ കിടക്കുന്നു. ഇന്നും അതിന് ജീവനുണ്ട്. അപ്പോൾ ഇന്ന് ഇവനെ നമ്മൾ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. കണ്ടോ, നല്ല ജീവനോടെ ഉള്ളൊരു സ്രാവാണിത്. അപ്പോൾ വലക്കാർക്ക് കിട്ടിയ മീനായിരുന്നു നമുക്ക്. അപ്പോൾ അവരുടെ നിന്ന് മേടിച്ചതായിരുന്നത്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കാം. അപ്പം ജീവനുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാമല്ലോ. ഇത് സ്രാവുകളുടെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്തമായൊരു സ്രാവാണ്. ഇതിന് വേറെന്തോ ഒരു പേരായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ സ്രാവ് കറി വെക്കുന്നത് പോലെയല്ല ഇതിനെ ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞിട്ട് വേണം ഇതിനെ കറി വെക്കേണ്ടത് എന്നാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതലൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, മാക്സിമം കമൻറ്റ് ബോക്സിൽ ഇടാൻ നോക്കണം. അപ്പോൾ നമ്മളിവനെ ഒരു വെള്ളത്തിലോട്ട് ഇട്ടിരിക്കുകയാണ്. കണ്ട, ജീവനോടെ അവൻ കിടക്കുന്നു. ഏതാണ്ട് ഒരു ദിവസത്തോളം കിടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനെ തട്ടിയത്. അവൻ നല്ല സുഖമായിട്ട് അവിടെ കിടക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ചെമ്പല്ലിയൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടു ഇവന്മാരെ എല്ലാവരും കൂടെ ഒന്നിച്ച് തട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവന്മാരെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചതാണ്. കുറച്ച് ദിവസം മുമ്പ് പിടിച്ചിട്ടിരുന്നതാണ്. ഇവന്മാർ നല്ല സുഖമായിട്ട് കഴിയുന്നു. ഇനി ഇവന്മാരെ കൂടെ തട്ടി നമ്മളൊന്ന് വറുത്ത് പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിലൊന്ന് പൊരിച്ച് വറുത്ത് എടുക്കാം. അപ്പോൾ കണ്ടോ, ഇത് ചെമ്പല്ലികളാണ്. നല്ല ജീവനോടെ നല്ല അടിപൊളിയായിട്ട് അമ്മ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവന്മാരെ വെട്ടി റെഡിയാക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി. എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ്. ഒരു ജീവനുള്ള സ്രാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്, പിന്നെ കൂടാതെ നമുക്ക് അതിനെ ഒന്ന് വറുത്ത് പൊരിച്ചൊക്കെ തിന്നാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവനുള്ള സ്രാവ്. അപ്പോൾ ഇന്നലെ മീൻ മേടിക്കാൻ പോയപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ജീവനോടെ തന്നെ കിടക്കുന്നു. ഇന്നും അതിന് ജീവനുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. കണ്ടോ, നല്ല ജീവനോടെ ഉള്ളൊരു സ്രാവാണിത്. അപ്പോൾ വലക്കാർക്ക് കിട്ടിയ മീനായിരുന്നു നമുക്ക്. അപ്പോൾ അവരുടെ നിന്ന് മേടിച്ചതായിരുന്നത്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കാം. അപ്പം ജീവനുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാമല്ലോ. ഇത് സ്രാവുകളുടെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്തമായൊരു സ്രാവാണ്. ഇതിന് വേറെന്തോ ഒരു പേരായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ സ്രാവ് കറി വെക്കുന്നത് പോലെയല്ല ഇതിനെ ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞിട്ട് വേണം ഇതിനെ കറി വെക്കേണ്ടത് എന്നാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതലൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, മാക്സിമം കമൻറ്റ് ബോക്സിൽ ഇടാൻ നോക്കണം. അപ്പോൾ നമ്മളിവനെ ഒരു വെള്ളത്തിലോട്ട് ഇട്ടിരിക്കുകയാണ്. കണ്ട, ജീവനോടെ അവൻ കിടക്കുന്നു. ഏതാണ്ട് ഒരു ദിവസത്തോളം കിടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനെ തട്ടിയത്. അവൻ നല്ല സുഖമായിട്ട് അവിടെ കിടക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ചെമ്പല്ലിയൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടു ഇവന്മാരെ എല്ലാവരും കൂടെ ഒന്നിച്ച് തട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവന്മാരെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചതാണ്. കുറച്ച് ദിവസം മുമ്പ് പിടിച്ചിട്ടിരുന്നതാണ്. ഇവന്മാർ നല്ല സുഖമായിട്ട് കഴിയുന്നു. ഇനി ഇവന്മാരെ കൂടെ തട്ടി നമ്മളൊന്ന് വറുത്ത് പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിലൊന്ന് പൊരിച്ച് വറുത്ത് എടുക്കാം. അപ്പോൾ കണ്ടോ, ഇത് ചെമ്പല്ലികളാണ്. നല്ല ജീവനോടെ നല്ല അടിപൊളിയായിട്ട് അമ്മ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവന്മാരെ വെട്ടി റെഡിയാക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി.